നമസ്കാരം. ഒരു സഹപ്രവർത്തകൻ പ്രണയിച്ച് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച ശേഷം വഞ്ചിച്ചുവെന്നും തുടർന്നും ചൂഷണം ആവർത്തിക്കുന്നുവെന്നും ഒരു യുവതി പരാതി നൽകുന്നു. പീഡന പരാതിയെ സിനിമാ സ്റ്റൈലിൽ അന്വേഷിച്ച പോലീസിന് കാണാൻ കഴിഞ്ഞത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഒരു അഭ്യർത്ഥന. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക. ഇഷ്ടമായില്ലെങ്കിൽ അക്കാര്യവും രേഖപ്പെടുത്തുക. നിങ്ങളുടെ പിന്തുണ മാത്രമാണ് ഞങ്ങളുടെ പിൻബലം. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ പ്രവർത്തിക്കുന്ന ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ ഓഫീസിലെ ജീവനക്കാരി ഡിയോലാലി ക്യാമ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി സമർപ്പിച്ചതോടെയാണ് സംഭവങ്ങളുടെ ചുരുളഴിയുന്നത്. ഒരു സഹപ്രവർത്തകൻ വിവാഹ വാഗ്ദാനം നൽകി തന്നെ വഞ്ചിച്ചുവെന്നും പലവട്ടം ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയെന്നും ആ യുവതി പരാതിയിൽ പറഞ്ഞു. ലൈംഗിക ചൂഷണം ആവർത്തിച്ച സാഹചര്യത്തിലാണ് തനിക്ക് പരാതി നൽകേണ്ടി വരുന്നതെന്ന് അവർ പോലീസിന് മുന്നിൽ വ്യക്തമാക്കി. തുടർന്ന് പോലീസ് വാസ്തവം തിരിച്ചറിഞ്ഞതോടെയാണ് 6 ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തത്. ഏറെക്കാലമായി നാസിക്കിൽ പ്രവർത്തിക്കുന്ന ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ ഓഫീസിൽ നിന്നും പീഡന പരാതികൾ ഉയരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. എന്നാൽ കൃത്യമായ പരാതി നൽകാൻ ആരും രംഗത്ത് വന്നിരുന്നില്ല. ഇതേ തുടർന്നാണ് പീഡന പരാതികളെ സംബന്ധിച്ച വാസ്തവം തേടി 6 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വേഷപ്രച്ഛന്നരായി ആ ഓഫീസിനകത്ത് കയറിക്കൂടിയത്. പരാതി ഉയർന്നവരെ പോലീസ് നിരീക്ഷിച്ചതോടെ പോലീസിന് ഒരു കാര്യം വ്യക്തമായി. നിസാര കേസല്ല ഈ ഓഫീസിനുള്ളിൽ നടക്കുന്നതെന്ന് വ്യക്തമായതോടെയാണ് പോലീസ് പ്രതികളെ പിടികൂടുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി പകുതി മുതൽ 40 ദിവസത്തോളമാണ് TCSന്റെ ഓഫീസിൽ ജോലിക്കാരായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ സകല പ്രതികളെയും നിരീക്ഷിച്ച് ഒടുവിൽ നിയമത്തിന് മുന്നിൽ എത്തിച്ചത്. യുവതിയുടെ പരാതിക്ക് പുറമെ സമാന പരാതിയുള്ളവർ തങ്ങളുടെ പരാതി പോലീസിന് മുന്നിൽ അറിയിച്ചതോടെയാണ് 10ഓളം FIRകൾ രജിസ്റ്റർ ചെയ്തത്. ഇതുപ്രകാരം ലൈംഗിക പീഡനം മാത്രമല്ല, മാസങ്ങളായി നീണ്ട മാനസിക പീഡനങ്ങളും നിർബന്ധിതമായ മതപരമായ ചര്യകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജർ നിത ഖാൻ, ആസിഫ് അൻസാരി, ഷാഫി ഷെയ്ഖ്, ഷാരൂഖ് ഖുറേഷി, റാസ മേമൻ, തൗസീഫ് അത്തർ, ഡാനിഷ് ഷെയ്ഖ് എന്നിവരെയാണ് ഇതുവരെ പ്രതി ചേർത്തിട്ടുള്ളത്. ഇവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ബലാത്സംഗം ചെയ്തതിന് സെക്ഷൻ 69, ലൈംഗിക പീഡനം നടത്തിയതിന് സെക്ഷൻ 75, മതവികാരങ്ങളെ പ്രകോപിപ്പിക്കുന്നതിനുള്ള മനഃപൂർവമായ പ്രവൃത്തിക്കെതിരായ സെക്ഷൻ 299 വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതേസമയം ആരോപണ വിധേയരെ TCS സസ്പെൻഡ് ചെയ്തതായി അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ ശക്തമായ നടപടികൾ തുടരുകയാണ് മഹാരാഷ്ട്ര പോലീസ്. ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വ്യക്തമാകാനാകും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.